UDF-ന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേതാക്കൾ KP അനിൽകുമാർ സംസാരിക്കുകയാണ്. അതിലേക്കാണ്. അല്ല, 15,000-ൽ താഴില്ല എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടതുള്ളൂ. ഇല്ല, ഞങ്ങൾ റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല. അതെ, ഞങ്ങൾ പരമാവധി സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സൗകര്യം ഒരുക്കുക, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ ഇതുപോലെ സഹകരിക്കുന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഇത്രയും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും നല്ല രീതിയിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാവുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ലല്ലോ, വലിയ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എല്ലായിടത്തും പോളിംഗ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് ഒട്ടുക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. തടസ്സം സൃഷ്ടിക്കലല്ല, മുന്നോട്ട് പോകാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് അത് ഇനിയിപ്പോൾ ഏതായാലും പെട്ടിയിലായല്ലോ. 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു അതിനകത്ത് അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 23-ാം തീയതിക്ക് ശേഷം നമുക്ക് പറയാം. അതിനകത്ത് അതുവരെ ആർക്കെന്ന് വേണമെങ്കിലും പറയാമല്ലോ. കാണുകയായിരുന്നു. അപ്പോൾ കൃത്യമായി എല്ലാ നേതാക്കളും പറയുന്ന ഒരേ ഒരു കാര്യം, കൂടുതൽ പോളിംഗ് ശതമാനമുണ്ട്, അതുകൊണ്ട് തന്നെ അത് കൃത്യമായി സമ്മതിദാനാവകാശം എല്ലാവരും വിനിയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് വലിയ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ വിജയപ്രതീക്ഷ കുറയുന്നില്ല, അത് കൂടി തന്നെ നിൽക്കുന്നു എന്നാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്.